ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ സിപിഎമ്മിന്റെ തോൽവിയിൽ എസ്എഫ്ഐക്കും ഡിവൈഎഫ്ഐക്കും മേഖലാ റിപ്പോർട്ടിംഗിൽ വിമർശനം. എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കമുള്ള യുവജനങ്ങൾ പ്രചാരണത്തിൽ വേണ്ടത്ര സജീവമായില്ല. മുസ്ലിം വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല എന്നും ഇന്നലെ തിരൂരിൽ ചേർന്ന മേഖലാ റിപ്പോർട്ടിംഗിൽ വിമർശനം. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തുന്നത്? സിപിഎം തിരൂർ കമ്മിറ്റിയുടേതാണ് ഈ ഒരു വിലയിരുത്തൽ. അതായത് പൊന്നാനിയിൽ സിപിഎമ്മിന് പ്രതീക്ഷിതനും വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. 2,38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDFന്റെ സ്ഥാനാർത്ഥി സമദാനി അവിടെ വിജയിച്ചത്. മുസ്ലിം വോട്ടുകൾ വേണ്ടത്ര പ്രതീക്ഷിച്ചത്ര പാർട്ടിക്ക് ലഭിച്ചില്ല. ഒപ്പം തന്നെ SFI DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ വേണ്ടിയ രീതിയിൽ പ്രചാരണത്തിന് ഇറങ്ങിയില്ല എന്നീ വിലയിരുത്തലുകളാണ് CPM തിരൂർ മേഖലാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KS ഹംസ എന്ന സ്ഥാനാർത്ഥി എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ഉള്ളിലെ തന്നെ വിലയിരുത്തൽ എന്നുള്ളതാണ്. എന്തായാലും തിരൂർ മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടും അത് സാധൂകരിക്കുന്ന തരത്തിൽ ഉള്ളത് തന്നെയാണ്. CPMനുള്ളിൽ വലിയൊരു അമർഷം ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും തിരൂർ മേഖലാ കമ്മിറ്റിയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. മാധു. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. പൊന്നാനി തെരഞ്ഞെടുപ്പിൽ SFI DYFI പ്രവർത്തനം പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ മേഖലാ കമ്മിറ്റി.